അപ്പോൾ ഒരു ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് പുരുഷന്മാരത്രേ ഉള്ളൂ. സ്കൂളിലെ വിദ്യാഭ്യാസത്തിനകത്ത് നിങ്ങളെ എപ്പോഴെങ്കിലും ദൈവത്തിനെ ആരാധിക്കാൻ ഏതെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? സിലബസിനകത്തില്ല. അത് തന്നെ സിലബസിനകത്തില്ല. കാരണം ഇത് ആവശ്യമില്ലാത്തതാണെന്ന് അറിയാം, അതുകൊണ്ടാണ് സിലബസിലില്ലാത്ത. ഇന്ത്യ ഉണ്ടോ? ഇന്ത്യ ഉണ്ട്. എവിടെ? ഇന്ത്യയില്ലേ? എവിടെ? നമ്മളിപ്പോ ജീവിക്കുന്നത് അങ്ങനല്ല, ഞാനൊരു ഭൂവിഭാഗത്തിലാണെന്ന് അറിയാം. ഇന്ത്യ മനുഷ്യരെ സങ്കല്പിക്കുന്നതാണ്, നമ്മളിട്ട പേരാണ്. അത്രേ ഉള്ളൂ. അങ്ങനെ ഇട്ട് വിളിക്കുന്ന, സങ്കല്പിച്ചുണ്ടാക്കുന്ന. കേരളം ഒന്നും ഉള്ളതല്ല, എഴുതി വെക്കണം. ഈ വിവാഹം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് ആവശ്യമുണ്ടോ ഈ സമൂഹത്തിൽ, അതോ നമ്മുടെ ചോയ്സ് ആണോ, എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ അതിനോട് തുമ്പി തന്നെയാണ്. വിവാഹം ഒരു കാലത്ത് കണ്ടുപിടിച്ചതാണ്, അത് രാജാക്കന്മാർ കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ടാണ് നടുക്ക് രാജാവിൻ്റെ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിടേണ്ടി വരുന്നത് കൊണ്ടാണ്. വേറെ ഒരു പണിയില്ല. അവർ ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ്, അവരെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയാണ് വിവാഹം ഉണ്ടാക്കിയത്. ഒരു സെക്യൂരിറ്റി. ആരുടെ സെക്യൂരിറ്റി? കൊച്ചിന്റെ സെക്യൂരിറ്റിക്കൊന്നുമല്ല. ഒരു പ്രശ്നം വന്നാൽ, ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് വന്നാൽ ഷെയർ ചെയ്യണമെങ്കിൽ നമ്മൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകണം. സുഹൃത്തുക്കള്, സൈക്കോളജിസ്റ്റുകൾ, എനിക്ക് പ്രൊഫഷണലായ ആൾക്കാരുണ്ട്, അവരെയാണ് വിളിക്കേണ്ടത്. നമുക്ക് അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പോകണം വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ചോയ്സ് മാത്രമാണ്, എക്സ്ട്രാ ആണ്, ആവശ്യമല്ല. ഹാർട്ട് അറ്റാക്ക് വന്ന അമ്മയും അച്ഛനെയും അല്ല വിളിക്കണ്ടേ. അത് തന്നെയാണ്, അത്ര ലളിതമാണത്. ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് വീട്ടിലോട്ട് വിളിച്ചു പറഞ്ഞിട്ട് പൊതിച്ചോറ് വരുത്തരുത്. അതിനാണ് ഊബർ സ്വിഗ്ഗിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇത്രയും നാള് നോക്കി വളർത്തിയ ആൾക്കാരാണ്. അതൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ഇത്രയും നാള് നോക്കി വളർത്തിയ എല്ലാ സാധനവും ലോകത്ത് അങ്ങനെ, നിങ്ങൾ മരിക്കാനും ഒക്കത്തില്ല. അപ്പൊ നമുക്ക് നന്ദി അല്ലെങ്കിൽ തിരിച്ച് ഒരു ആവശ്യമില്ലാത്തൊരു വാക്കാണ് നന്ദി എന്ന് പറയുന്നത്. നന്ദിയുടെ ആവശ്യമേ ഇല്ല, ലോകത്ത് ആവശ്യമില്ലാത്തതാണ്. അത് പണ്ട് മുതലാളിമാര് ചോറ് അവരുടേതാണ്, ജോലി അവരുടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നെന്നായിരുന്നു. അപ്പോഴാണ് നന്ദി എന്ന് പറയുന്ന വികാരമൊക്കെ വേണ്ടത്. അത് ആവശ്യമില്ല. അപ്പൊ ഇപ്പൊ താങ്കൾ താമസിക്കുന്ന ഫ്രണ്ട്സിന്റെ വീട്ടിലാണ്, അപ്പൊ അവരോടും അങ്ങനെ ഒരു സംഭവമില്ല, അല്പം പോലും നന്ദിയില്ല. ഒരു നന്ദി എനിക്കില്ല. കാരണം എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടെന്നും അവരെ കൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടെന്ന് അറിയുന്നതുകൊണ്ടാണ്. പരസ്പരം മ്യൂച്വൽ ആയിട്ടുള്ള പരസ്പര ബഹുമാനമാണ് ഞങ്ങൾക്കുള്ളത്. പരസ്പരം ആവശ്യമുള്ളവരാണെന്ന് അറിയുന്നതിനുള്ള സ്നേഹമാണ്. നന്ദിയില്ല, ആരോടും നന്ദിയില്ല, ഒരാളോടും നന്ദിയില്ല. നന്ദി ആവശ്യമില്ലാത്ത വികാരമാണെന്ന് എനിക്കറിയാം. അത് പണ്ട് ഈ കൃഷിക്കാർ കൈയടക്കി വെച്ച സ്വത്ത് മറ്റുള്ളവർക്ക് സഹായിക്കുകയാണെന്ന് ഭാവിച്ച ദരിദ്രനാരായണ പൂജ ചെയ്ത മനുഷ്യന്മാരുടെ യുക്തിയാണ് ഈ നന്ദി എന്ന് പറയുന്നത്. അത് ആവശ്യമില്ല. ഇപ്പൊ നാളെ മകൾക്ക് അച്ഛൻ എന്ന രീതിയിൽ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇല്ല, അച്ഛൻ എന്നുള്ള നിലയിൽ എൻ്റെ മകൾക്ക് ഇനി എന്നെ ഒരിക്കലും ആവശ്യം വരത്തില്ല. ആവശ്യം വന്നാൽ വരത്തില്ല. കാരണം ഞാൻ വളർത്തിയ കുഞ്ഞ്, അത് തന്നെ താൻ വളർന്നു കഴിഞ്ഞതാ. അതിനൊരു അച്ഛനെ ഇനി ആവശ്യമില്ല. ആകെ വേണ്ടത് സുഹൃത്തുക്കളെയും സഹകാരികളെയാണ്. അതിന്റെ കൂട്ടത്തിൽ ഞാനും വിടും. അത്ര ലളിതമാണ്. ഫോണെടുത്ത് വിളിച്ചാൽ എനിക്ക് സമയമുണ്ടെങ്കിൽ അവർക്ക് സമയമുണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം കാണും. അത്ര ആവശ്യമേ ഉള്ളൂ. ഇതിന് പകരം ആരും ആകാം, അല്ലാതെ ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ അച്ഛന്മാരും അമ്മമാരുടെയും കൂടെ ആണെന്നുണ്ടെങ്കിൽ അനാവശ്യമായ ഒരു പ്രഷറും കൂടെ ബാധിക്കും. നിങ്ങളുടെ നേരത്തെ പറഞ്ഞ നന്ദിയൊക്കെ തോന്നിയിട്ട് ഇല്ലാത്ത അധികാരമൊക്കെ നമ്മുടെ മണ്ടയിൽ പ്രയോഗിക്കും അമ്മയും അച്ഛന്മാരും. അതിനേക്കാളും നല്ലത് സുഹൃത്തുക്കളാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു വഴിയിൽ ആരെങ്കിലും കിടക്കുന്നെങ്കിൽ സുഹൃത്ത് നോക്കും എന്നാണോ വിചാരിക്കുന്നത്? കണിശമായിട്ടും. അതിനാണ് നമ്മൾ ഈ സിസ്റ്റങ്ങൾ മുഴുവൻ ലോകത്തുണ്ടാക്കിയത്. ആശുപത്രിയിലുള്ള നേഴ്സ് എൻ്റെ ചേച്ചിയോ അമ്മയോ ഒന്നുമല്ല. അവർ നോക്കുന്ന അത്രയും നന്നായിട്ട് എൻ്റെ അമ്മയ്ക്കോ അച്ഛനോ മക്കൾക്കോ ഒന്നും നോക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് അറിവും കൂടി ഇല്ല. അങ്ങനെ തന്നെയാണ്, പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ലോകത്തിനെ നിർമ്മിച്ചിട്ടുള്ളത്. അതിനാണ് എക്സ്ചേഞ്ച് ചെയ്തത്. പണ്ട് ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. അതിൻ്റെ ആവശ്യമില്ല. പണം ഉണ്ടാക്കുകയാണ് നമ്മുടെ പണി. അത് ചെയ്തിട്ട് ഓരോ സ്ഥലത്തും സേവനങ്ങളാണ് നമ്മൾ മേടിക്കുന്നത്. സേവനമാണ് മേടിക്കുന്നത്. അത് ചുളിവിൽ അടിച്ചു മാറ്റണമെന്ന് ആലോചിക്കുന്ന യുക്തിയാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. അല്ല, എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ലെങ്കിലും ഞാൻ ഏത് താഴത്തെ അവസ്ഥയിൽ പോയാലും എന്റെ അമ്മയും അച്ഛനും എന്റെ കൂടെ ഉണ്ടാവും. നോക്കത്തില്ല, എന്നെ നോക്കും. ഇല്ല, വെറുതെ നോക്കത്തില്ലെന്ന് എനിക്കറിയാം. എന്റെ വീട്ടിലെ എല്ലാ വീടുകളിൽ നിന്ന് ദിവസവും എന്നെ മക്കൾ നോക്കുന്നില്ലെന്നും അമ്മ നോക്കുന്നില്ലെന്നും പറയുന്ന മക്കൾ വിളിക്കുന്ന ആളാണ്, കേൾക്കുന്ന ആളാണ്. അങ്ങനെ കഴിയില്ല. അല്ല, എനിക്ക് അങ്ങനെ സിറ്റുവേഷൻ വന്നപ്പോൾ നോക്കിയിട്ട് എല്ലാ വീട്ടിൽ നിന്നും പുറത്താക്കിയ മക്കളാണ് റോഡിലെല്ലാം നടക്കുന്നത്. അങ്ങനെയല്ല, ഇപ്പൊ എനിക്ക് അങ്ങനെ അല്ലെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ ഈ എത്രയോ അനാഥാലയങ്ങൾ കാണാറുണ്ട്, എത്രയോ ഈ അമ്മയും അച്ഛന്മാരെ വയസ്സരെ വൃദ്ധസദനങ്ങൾ കാണാറുണ്ട്. അവിടെ എല്ലാം ഉള്ളവർ നിങ്ങൾ ഈ പറയുന്ന കുടുംബത്തിലുള്ളവർ നോക്കാത്തവരാണ്. അങ്ങനെ ഒരു കൂട്ടമുണ്ട്. അവരെ കൂട്ടമാണ് വലുത്. എല്ലാ വീട്ടിലും കംപ്ലൈന്റ് ഉള്ള അമ്മയും അച്ഛന്മാരാണ് കാത്തിരിക്കുന്നത്. അവർക്ക് ലോകം മാറിയത് തിരിച്ചറിഞ്ഞൂടാ എന്നുള്ളതാണ്. നിങ്ങൾ ഈ പറയുന്ന വികാരം ഒന്നും അല്ലത്. കാശില്ലാത്ത മക്കള്, തൊഴിലില്ലാത്ത മക്കള് ഭാരമായി അനുഭവിക്കുന്നുണ്ട്. മക്കള് വലുതായി
പെര നിറഞ്ഞ് നിന്നിട്ട് ചവിട്ടി പുറത്താക്കുന്ന അമ്മയച്ഛന്മാരും അല്ലേ? അങ്ങനെയുള്ള അമ്മയച്ഛന്മാരും ഉണ്ട്. അങ്ങനെ ഉണ്ടെന്നല്ല, നിങ്ങളുടെ മുഴുവൻ സ്ത്രീകൾ പെൺകുട്ടികൾ വളരുമ്പം ഇവർ വളർന്നാൽ കയ്യും കാലും വളരുന്ന കണ്ട് പേടിച്ചിരിക്കുന്ന അമ്മയച്ഛനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പെര നിറഞ്ഞ് നിൽക്കുന്നവരെ ഇറക്കി വിടുകയാണ്. ഇറക്കി വിടുന്നുള്ള വാക്കാണ് ഉപയോഗിക്കാറുള്ളത്. ഇതൊന്നും ഞാൻ കണ്ടുപിടിച്ചല്ലോ. ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് വിലയ്ക്ക് ഒരു പുരുഷനെ വാങ്ങി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും എന്ത് നന്ദിയെ പറ്റി എന്തിനെ പറ്റിയാണ് നിങ്ങൾ പറഞ്ഞിട്ടിരിക്കുന്നത്? അവരുടെ അത്രയും നാളത്തെ സമ്പാദ്യം, അവരുടെ സമ്പാദ്യമല്ല, ജീവിതത്തിനെ പറ്റി മനസ്സിലാക്കുക. ജീവിതം എന്ന് പറയുന്നത് മക്കളിലൂടെ തുടരുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല, നിങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മക്കളെ വളർത്തുക എന്നുള്ളത് അത്ര മാത്രമേ ഉള്ളൂ. ഒരു ഇല, ഒരു ചെടി, ഒരു മരത്തേലെ ഇല വളർന്ന് അത് പാചകം ചെയ്ത് ആ ഭക്ഷണമൊക്കെ ആ മരത്തിന് കൊടുക്കും. അത് കഴിഞ്ഞ് അത് ആ പ്രവർത്തനം മോശമാകുമ്പോൾ അത് കൊഴിഞ്ഞു പോകും. ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് മാത്രമാണ് ഈ മനുഷ്യരെ അമ്മയും അച്ഛനും അല്ല. കൊഴിഞ്ഞു പോകേണ്ടവരാ. നമ്മൾ മരുന്നൊക്കെ കണ്ടുപിടിച്ചത് കൊണ്ടും അനാവശ്യമായി ജീവിതം നീളുന്നവർ മാത്രമാണ്. അപ്പോൾ അവരവരുടെ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ആ കണ്ടെത്തുന്നതാണ് ഞാൻ ഈ പറഞ്ഞ അയലത്തിരിക്കുന്ന മറ്റുള്ള അമ്മയച്ഛന്മാരുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ സമൂഹ രൂപീകരണം നടത്തണം. അതിനെയാണ് നമ്മൾ പഞ്ചായത്ത് വേണം, വാർഡ് വേണം, അവിടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് ഒന്നിച്ചിരുന്ന് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികളുണ്ട്. ആയിരക്കണക്കിന് പ്രവൃത്തികളുണ്ട്. അതെല്ലാം ചെയ്യാൻ പറ്റും. അതിന് പകരം ഈ മക്കളെ വളർത്താൻ പിന്നെ ശ്രമിക്കുന്നത് വഴിയാണ് ആർക്കും വേണ്ടാത്തവരായി അവരും മാറുന്നത്, മക്കൾക്ക് ശല്യമായി മാറുകയും ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ബാർട്ടർ സിസ്റ്റം പോലെ ഞാൻ അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് അവർ ഇങ്ങോട്ടും ചെയ്യും. അങ്ങനെ അല്ലാതെ ലോകത്ത് ഒരു കാര്യവും ഇല്ല. പരസ്പരം പ്രയോജനമില്ലാത്ത ഒരു നോട്ടവും ലോകത്തില്ല. ഇപ്പൊ സാറിന് വയ്യാതായി കിടന്നു എന്ന് വിചാരിക്കാം, അപ്പൊ എന്ത് ചെയ്യും? ഞാനൊന്നും ചെയ്യണ്ട. അതിനാണ് ഇവിടെ ആശുപത്രി ഉള്ളത്, അതിനാണ് നഴ്സുമാരുള്ളത്, അതിനാണ് ഡോക്ടർമാരുള്ളത്, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കണിശമായിട്ട്. അതിനാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പണ്ടില്ല. പണ്ട് വീട്ടിൽ കിടക്കുകയും അവിടെ പഥ്യം വൈദ്യം വീട്ടിലേക്ക് വരികയായിരുന്നു ചെയ്തിരുന്നത്. ഈ സിസ്റ്റം ഉണ്ടാക്കുന്ന ആ സിസ്റ്റത്തിനുള്ള ചെലവുകളുണ്ട്. അതിനെയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ആ ചെലവിന് അത് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്തെടുക്കേണ്ടതാണ്. അതുണ്ടാക്കി അവിടെ വെച്ച് കൊടുത്താൽ അവരത് ചെയ്തോളും. അത്രേ ഉള്ളൂ. അത്ര ലളിതമാണിത്. അപ്പോൾ എൻ്റെ കൂടെ ആരെങ്കിലും ഒന്ന് വേണം, എനിക്കൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനൊന്ന് എൻ്റെ വൈഫ് വേണം. അതിനാണ് നമ്മളെ സൈക്കോളജിസ്റ്റുകളെ ട്രെയിൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നതിനേക്കാളും കംഫർട്ട് ആയിരിക്കും ആ ടൈമിൽ ഒരു കണിശമാണ്. അല്ലെങ്കിൽ ഫ്രണ്ട് ഗോസിപ്പ് ചെയ്തിട്ട് അയലത്തുകാരോട് ഈ ബന്ധുക്കളോട് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റാത്ത വീടുകളാണ് എല്ലായിടവും. നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അത് നാട് മുഴുവൻ പരക്കുക എന്നുള്ളതാണ് ഈ അമ്മയും അച്ഛന്മാരുടെ അടുത്തോ സഹോദരിമാരുടെ ബന്ധുക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ. അമ്മയും അച്ഛനെ പോലും അങ്ങനെ തന്നെയാണ്. അമ്മയും അച്ഛനും ആണ് എല്ലാ വീട്ടിലും. അമ്മയും അച്ഛനും ആണല്ലോ ഈ നിങ്ങൾ ഈ പറയുന്ന അന്യര്. അല്ല, നമ്മുടെ കാര്യം നമ്മുടെ കാര്യം പറയും. അവർ തൊട്ടടുത്ത ആളിനോട് പറയും. അങ്ങനെ പറഞ്ഞിട്ട് എല്ലായിടവും ആകുക എന്നുള്ളതാണ് എല്ലായിടത്തും പറ്റുന്നത്. ഒരാളും അങ്ങനെ അല്ലാതില്ല. അപ്പം അങ്ങനെ അല്ലാത്ത ട്രെയിനിങ്ങോടെ വേറൊരാളോട് പറയേണ്ടാത്ത ആളായിരിക്കുന്ന ഒരാളോട് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സ് തുറക്കാൻ പറ്റുന്നത്. അപ്പോഴാണ് നമ്മൾ സുഹൃത്തുക്കളെന്ന് പറയുന്നത്. ഈ ട്രെയിൻഡ് സുഹൃത്താണ് സൈക്കോളജിസ്റ്റുകളും ഡോക്ടർമാരും. ഈ വിവാഹം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ആവശ്യമുണ്ടോ ഈ സമൂഹത്തിൽ, അതോ നമ്മുടെ ചോയ്സ് ആണോ? എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ അതിനോട് തുമ്പി തന്നെയാണ്. വിവാഹം ഒരു കാലത്ത് കണ്ടുപിടിച്ചതാണ്. അത് രാജാക്കന്മാർ കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ടാണ് നടുക്ക് രാജാവിൻ്റെ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിടേണ്ടി വരുന്നത്. കൊണ്ടാണ് രണ്ടുപേര് തമ്മിൽ കുഞ്ഞിനെ ഉണ്ടാക്കുന്നതിന് ലോകത്തൊരു ജീവിക്കും മുദ്രപത്രത്തിൽ ഒപ്പിടണ്ടല്ലോ. ഇത് മനുഷ്യരുണ്ടാക്കിയത്. ഏത് മനുഷ്യരുണ്ടാക്കിയത്? നമ്മളെ ഭരിച്ചിരുന്നവരുണ്ടാക്കിയതാണ്. അവിടുന്ന് വരുമാനം ഉണ്ടാക്കാനൊരു ടെക്നിക്കായിട്ട് അവരത് കാണുന്നതുകൊണ്ടാണ് ആ മുദ്രപത്രം മേടിപ്പിക്കുമ്പം നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് അവിടെ പോകും. മാത്രമല്ല, നമ്മുടെ രണ്ടുപേരും തമ്മിലുള്ള കോൺട്രാക്റ്റിനകത്ത് എൻ്റെ പങ്കും കൂടെ ഉണ്ട് എന്ന് വരുന്ന പഴയ കാലത്തെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ പോയി ഇതൊക്കെ ചെയ്യേണ്ടി വന്നത്. സാക്ഷിയായിട്ട് വരുന്നത് അന്ന് അധികാരത്തിലിരുന്ന രാജാവാണ്. ആ ഇരുന്ന മെക്കാനിസത്തിൻ്റെ തുടർച്ചയിലാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സാധനം. കാരണം അവിടെ എല്ലാം കാശ് കൊടുക്കണം നമ്മൾ. അപ്പം നമ്മൾ എന്ത് ഇടപാടിട്ടാലും, നമ്മൾ ചെവിയിലൊരു ഇതിട്ടാൽ പണ്ട് രാജാവ് അതിന് ചാർജ് ചെയ്യുമായിരുന്നു. തുണി ഇട്ടാൽ അതിന് ചാർജ് ചെയ്യുമായിരുന്നു. തലയിലൊരു തൊപ്പി വെച്ചാൽ അതിന് ചാർജ് ചെയ്യുമായിരുന്നു. അതിന് പണം ഉണ്ടാക്കാൻ വേറെ മെക്കാനിസങ്ങളൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. സോപ്പ്, ചീപ്പ്, കണ്ണാടി എന്ന് പറയുന്ന പോലെയുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാൻ ഒരു ചട്ടിയും കലവും ഉണ്ടാക്കി അല്ലെങ്കിൽ പിച്ചാത്തി ഉണ്ടാക്കി തീർന്നു. പ്രൊഡക്ഷൻ വളരെ കുറവാണ്. അപ്പം മനുഷ്യ ശരീരത്തിനകത്ത് ആഭരണം പോലെ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുടെ മുകളിലും മറ്റുള്ള ആഭരണങ്ങളുടെ മുകളിലൊക്കെ ആയിരുന്നു ഈ കാശ് ചാർജ് ചെയ്തിരുന്നത്. അതുകൊണ്ട് താടിക്കൊക്കെ ചാർജ് ചെയ്തിരുന്നത്. ഇന്ന് ഇഷ്ടംപോലെ ഉൽപ്പന്നങ്ങളുണ്ടായപ്പോൾ ടാക്സ് അവിടേക്ക് മാറി.
അപ്പം നമ്മുടെ ഉടുപ്പിനൊക്കെ അങ്ങനെ ടാക്സ് ഒക്കെ ചെയ്യാതെ ഉടുപ്പിട്ടുകൊണ്ട് നടക്കുന്നതിനൊന്നും ടാക്സ് ഇല്ലാതായി. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിൽ ടാക്സ് ഇല്ലാതിരിക്കുന്നത്. ഇതേപോലെ രണ്ടുപേര് തമ്മിൽ കുട്ടിയുണ്ടാക്കുന്ന പ്രവൃത്തിക്കകത്ത് ഞങ്ങൾക്ക് ഇടപാടുണ്ട് എന്ന് അവിടെ കയറി നിന്ന രാജാവിൻ്റെ തുടർച്ചയിലാണ് ഈ രജിസ്ട്രേഷനൊക്കെ നിൽക്കുന്നത്. കുട്ടിയെ വളർത്തുക എന്ന് പറയുന്ന ഒരു ലോങ് ടൈം പണിയായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. പണ്ടാണെങ്കിൽ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. അത് കാരണം കൊണ്ട് കുട്ടിയെ ഉണ്ടാക്കുക എന്ന് പറയുന്നതിന് മാത്രം ഒരു പുരുഷനുമായി ബന്ധം ഉണ്ടാക്കിയാൽ മതി. അതായത് പുരുഷന് പിന്നെ വളർത്തുന്നതിൽ ഒരു ഉത്തരവാദിത്വം ഒരു പുരുഷന് ഒരു കാലത്ത് ഒരു കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടില്ല. അല്ല, ഉത്തരവാദിത്തമില്ല, ഒരിക്കലും ഇല്ല. അവരെ ഉത്തരവാദിത്തപ്പെടുത്തുന്നതിന് വേണ്ടി രാജാക്കന്മാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് വിവാഹം. അതുകൊണ്ടാണ് പുരുഷന്മാർ ബാച്ചിലേഴ്സ് പാർട്ടി ഘോഷിക്കുന്നത്. ഇനി വേറെ ഒരാളുമായി അവർക്ക് ബന്ധം ഉണ്ടാക്കുന്നത് സ്ത്രീകൾ ചെയ്യത്തുമില്ല. അപ്പോൾ ഒരു ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് പുരുഷന്മാരത്രേ ഉള്ളൂ. വേറെ ഒരു പണിയില്ല. അവർ ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ്, അവരെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയാണ് വിവാഹം ഉണ്ടാക്കിയത്. ഒരു സെക്യൂരിറ്റി. ആരുടെ സെക്യൂരിറ്റി? കൊച്ചിന്റെ സെക്യൂരിറ്റിക്കൊന്നുമല്ല, ചെലവിന്. ഇത് വളർത്താൻ കഴിഞ്ഞാൽ കുട്ടിക്കാലം നീളാൻ തുടങ്ങി. നമ്മൾ സമൂഹം ഉണ്ടാക്കിയപ്പോൾ LKG UKG സ്കൂളും ഒക്കെ ആരംഭിച്ചപ്പോൾ കുട്ടിക്കാലം നീണ്ട്. ഇപ്പോൾ ഒരു ആദിവാസി ആയിരിക്കുന്ന ഒരു സ്ത്രീ, അവർക്കൊരു ഗർഭം ഉണ്ടായി കുഞ്ഞിനെ അവർ പ്രസവിച്ചാലേ അതിന് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് മരത്തെ കയറുന്ന പഠിപ്പിക്കേണ്ടി വരും, തേനെടുക്കുന്ന പഠിപ്പിക്കേണ്ടി വരും, ആമയെ കുത്തുന്ന പഠിപ്പിക്കേണ്ടി വരും. കൂടെ പുറത്തൊരു സഞ്ചിയിലിട്ടൊന്ന് കൊണ്ടു നടന്നാൽ മതി, അത്രേ ആവശ്യമുള്ളൂ. അല്ലാതെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ അതിന് ഈ ഒരു പുരുഷൻ ആവശ്യമില്ല. ആ പണി പറ്റാതെ വന്നത് ആധുനിക സമൂഹം രൂപപ്പെടുത്തിയപ്പോൾ ചെലവ് കൂടിയ കുട്ടിക്കാലം നീണ്ടു വന്നപ്പോഴാണ് ഇതിനാരാണോ ഉത്തരവാദിയായിരിക്കുന്ന ആളിനെ കൂടെ ചേർത്താൽ നല്ലതാണെന്ന് രാജാക്കന്മാർ കണ്ടിട്ടാണ് ഈ കല്യാണം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് ബാച്ചിലേഴ്സ് പാർട്ടി നടത്തി ഈ കല്യാണം കഴിക്കുക. അവർക്ക് അല്ലെങ്കിൽ വേറെ സ്ത്രീകളുമായിട്ട് ബന്ധം ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അത് നിരോധിച്ച് ഒരാൾ മാത്രമാണെന്ന് മതി എന്ന് പറയുന്ന, ഏക ഭാര്യ ഏക ഭർത്താവ് എന്ന് പറയുന്ന തത്വം ലോകത്തുണ്ടാക്കി പ്രചരിപ്പിച്ചതാണ് ഈ മതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലൈംഗികത നിയന്ത്രിച്ചത്. വേറെ ആളുകളുമായി ബന്ധം ഉണ്ടാക്കിയാൽ ഉത്തരവാദിത്വം, ഈ കുട്ടിയെ വളർത്തുന്ന ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ടെക്നിക്കാണത്. ഒരു കുഞ്ഞുണ്ടാവുന്നത് അമ്മയും അച്ഛനും രണ്ടുപേരും വേണം. അല്ല, പുരുഷനും സ്ത്രീയും. പുരുഷനും സ്ത്രീയാണ്. അമ്മ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരു കോഴി കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് ഒരു അച്ഛനോടില്ല. അപ്പൊ വളർത്തുമ്പോൾ അത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്വം. അങ്ങനെയാണ്. കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത് അമ്മയുടെ പണിയായിട്ടൊന്നുമല്ല. അത് ഇപ്പോഴത്തെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതാണ് ഈ പറയുന്നത്. ഒരു സ്ത്രീക്ക് കുഞ്ഞിനെ വളർത്താനായിട്ട് വേറെ ഒരാളുടെയും സഹായം ആവശ്യമില്ലാത്ത ലോകത്തായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളുണ്ടാക്കിയ സമൂഹ നിർമ്മാണം കൊണ്ടാണ് ഈ കുട്ടിക്കാലം നീണ്ടത്. അപ്പോഴാണ് ചെലവേറിയ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പണി വന്നത്. അപ്പോഴാണ് മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണെന്ന് വന്നത്. അങ്ങനെ വന്ന സമയത്ത് ആരാണോ കുഞ്ഞിനെ ഉണ്ടാക്കി അവരെ കൊണ്ട് ചെയ്യിക്കാമെന്ന് കണ്ടെത്തുന്നതാണ് രാജാവ് ചെയ്തത്. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് അച്ഛൻ ഉണ്ടായത്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ കാരണവരായിരുന്നു, അനന്തരവന്മാർക്കായിരുന്നു സ്വത്ത് കൊടുത്തിരുന്നത്, മക്കൾക്കല്ല. മരുമക്കത്ത്. എന്തുകൊണ്ടാണിത്? അത് ഇതേ കാരണം കൊണ്ടാണ്. ഇയാളുടെ ജനിതകമാണോ അല്ലയോ എന്ന് തീർച്ചയില്ല. ആ തീർച്ചപ്പെടുത്തുന്നത് ഞാൻ സ്വന്തം കുഞ്ഞാണെന്നെങ്കിൽ മാത്രമേ പുരുഷന്മാർ നോക്കത്തുള്ളൂ എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ജനിതകപരമായിട്ട് സഹോദരിക്ക് 25%, സഹോദരിക്കയുടെ മക്കൾക്ക് 25% എൻ്റെ ജനിതകം ഉണ്ടാകുമെന്ന് നിശ്ചയമായിട്ട് അറിയാൻ പറ്റും. ഭാര്യ വേറൊരു വീട്ടിൽ നിന്ന് വന്ന ആളാണ്, അവർ വേറൊരു മനുഷ്യനുമായി ബന്ധം ഉണ്ടാക്കി കുഞ്ഞിനെ ഉണ്ടാക്കിയ 100% ജനിതകവും പോവും. അതുകൊണ്ട് ജനിതകം ഉറപ്പാക്കാൻ വേണ്ടിയാണ് കാരണം ഉണ്ടായത്, അല്ലാതെ വേറൊന്നുമില്ല. അല്ലാതെ അത്ഭുതകരമായ കാര്യങ്ങളൊന്നുമല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇതിൻ്റെ മുകളിലല്ല നമ്മൾ ഇന്ന് ഈ ജനിതകമാണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചിട്ടല്ല. നമുക്ക് പുതിയ സംവിധാനങ്ങൾ ലോകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴും DNA ടെസ്റ്റൊക്കെ ഒന്നും ചെയ്യത്തില്ല ആൾക്കാർ. അത് ഈ ജനിതകത്തിൻ്റെ പുറകെ നടക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ വേറൊരാളെ അല്ലയോ വിവാഹം കഴിക്കുന്നത്? ഒരു അന്യനെ അല്ലയോ സ്നേഹിക്കുന്നത്, പ്രണയിക്കുന്നത്, പ്രേമിക്കുന്നത്? സ്വന്തം ബന്ധുക്കളെയാണോ? ചെയ്യാം എന്നുള്ളത്. പക്ഷെ നിങ്ങൾ കൂടുതൽ പ്രണയിക്കുന്ന ആരെയായിരിക്കും? പരിചയം അല്ല, ഞാൻ പറഞ്ഞ ഒരാള് ഒരു പരിചയമില്ലാത്ത ഒരാളെ സ്നേഹിക്കാൻ പറ്റും നമുക്ക്. ഇപ്പോൾ അത് പറയാനാണ് അത് പറയുന്നത്. അപ്പൊ അന്യരെന്ന് വിചാരിച്ചിരുന്ന കൂടാണ് നമ്മൾ സത്യത്തിൽ കഴിയുന്നത്. അല്ല, അത് തന്നെ. അപ്പൊ അങ്ങനെ അന്യരുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നവരല്ലേ നമ്മള്. പ്രണയത്തിന്റെ മുഴുവൻ ലക്ഷണം എന്ന് പറഞ്ഞാൽ അന്യര്, ഡൈവേഴ്സിറ്റിയാണ്.
വ്യത്യസ്തതകളെ ഒന്നിപ്പിക്കുന്നതാണ് ജീവൻ്റെ വികാസത്തിന് നല്ലതെന്ന് അറിയുന്നത് കൊണ്ടാണ് ഡൈവേഴ്സിറ്റി ഉണ്ടായത്. മറ്റേ അല്ലെങ്കിൽ ഒരു സെല്ല് മൂത്ത് രണ്ടാകുക എന്ന് പറഞ്ഞ് പഴയ സിസ്റ്റമാണ്. അതാണ് പ്രാചീന രീതി. ആ പ്രാചീന രീതിയിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് രണ്ട് പേര് ചേർന്ന് കുഞ്ഞിനെ ഉണ്ടാക്കുന്നത് ആധുനികമായ സംവിധാനമായി ജീവൻ കണ്ടുപിടിച്ചതാണ്. അതിൻ്റെ തുടർച്ചയായതുകൊണ്ടാണ് നമ്മൾ ഈ അന്യരെ ആളിനോട് ഇഷ്ടം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന സാധനത്തിൻ്റെ തുടർച്ച ആവശ്യമായി വരുന്ന കാരണം കൊണ്ടാണ് രണ്ടുപേര് തമ്മിൽ ചേർന്ന് ജീവിക്കുമ്പോഴും ഒന്നോ രണ്ടോ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വേറെ ആളുകളോട് പ്രണയം മനുഷ്യർക്ക് ആരംഭിക്കും. അത് ഡൈവേഴ്സിറ്റിയുടെ നീഡ് കൊണ്ടാണ്. ഇത് തിരിച്ചറിയാതിരുന്ന കാലത്താണ് നിർബന്ധമായി രണ്ടുപേര് തന്നെ ജീവിക്കണമെന്ന് ആവശ്യപ്പെടുന്നിടത്താണ് ശ്വാസം മുട്ടിയ ജീവിതങ്ങളാണ് ഈ വീടുകളിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി, അതൊക്കെ മനുഷ്യർ എനർജി എന്നുള്ള വാക്കൊക്കെ ഫിസിക്സ് കണ്ടുപിടിച്ചതാണ്. ആ വാക്കൊക്കെ ഉപയോഗിച്ച് പഴയ അത്ര അറിവില്ലാത്ത കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പോസിറ്റീവ് നെഗറ്റീവ് എനർജി ഒന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ദൈവമേ ജസ്റ്റ് പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സാർ എന്താ ചെയ്യുക? എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാറില്ല. നമ്മൾ പാനിക്കായി പോകില്ല. ഞാൻ പാനിക്കാകുന്ന സമയത്ത് ഞാൻ 911 വിളിക്കണം എന്നവർ പഠിപ്പിക്കത്തില്ലേ. അപ്പോൾ എനിക്ക് ലോകത്ത് സൈക്കോളജിസ്റ്റുകളുണ്ടെന്നും വക്കീലന്മാരുണ്ടെന്നും കോടതി ഉണ്ടെന്നും പോലീസ് ഉണ്ടെന്നും ആശുപത്രി ഉണ്ടെന്നും അറിയുന്നുണ്ട്. അവിടേക്ക് എന്താണ് എൻ്റെ പ്രശ്നമെന്ന് മനസ്സിലാക്കി അതിലേക്ക് വിളിക്കുകയാണ് ചെയ്തത്. പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം ഇല്ലാത്തൊരു കാര്യത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു കോൺഫിഡൻസും എനിക്ക് ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ആളുകൾ ഇങ്ങനെ ചെയ്യുന്ന കാണാം. അവർക്ക് ഒരു കോൺഫിഡൻസും ഇല്ലെന്ന് കാണുക. ഞാൻ പ്രാർത്ഥിച്ച റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇടതുവശവും ഇടത്തോട്ടും വലതുവശത്തോട്ടും നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം രക്ഷിക്കുമായിരുന്നുണ്ടെങ്കിൽ ഒരുപാടും ഇല്ലാതെ ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയല്ല, അപ്പൊ പിന്നെ അത് തന്നെയാണ് എനിക്കറിയാം. ഡയറക്റ്റ് അല്ല, ഒരു തരത്തിലും ഇത് രക്ഷിക്കുന്നില്ല എന്നുള്ള അറിയുന്ന ആൾ തന്നെയാണ്. സുനാമിയൊക്കെ വരുമ്പോൾ ഈ ഒരു ദൈവത്തിനെയും കാണാറില്ല. എന്താണ് ഗുരുവായൂരപ്പൻ്റെ മണ്ടയിലെല്ലാം വെള്ളം കയറതൊക്കെ നമ്മൾ കാണുന്നതാണ്. എല്ലാ വെള്ളപ്പൊക്കത്തിനും ആ ശിവക്ഷേത്രം അവിടെ ആ ശിവരാത്രി മുങ്ങുന്ന കാണും. ഒരു രക്ഷയില്ല. അതൊക്കെ എനിക്കിങ്ങനെ അറിയുന്നുണ്ടാണ്. ഞാനെന്തിനാ വെറുതെ പണ്ടത്തെ ഒരു മണ്ടന്മാരുടെ വിശ്വാസങ്ങളാണത്. മണ്ടന്മാരുടെ വിശ്വാസത്തിൻ്റെ തുടർച്ചയിൽ ഞാനില്ല. അത്രയേ ഉള്ളൂ. ആളുകൾ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പാവം. മതം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. മതമല്ല, മതം നിലനിൽക്കാനല്ല, രാജാവിന് ഭരിക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയ ആശയങ്ങളാണ് മതം. പലതരത്തിലെ ട്രൈബിൽ കഴിഞ്ഞ ആൾക്കാരെ യോജിപ്പിക്കാൻ വേണ്ടി ഒരു ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങൾ എന്ന് പഠിപ്പിക്കുന്നത് വഴി, ആ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ഞാനെന്ന് പഠിപ്പിക്കുന്നത് വഴിയാണ് രാജാവ് അത് ചെയ്തെടുത്തത്. അതിനാണ് ആ ആശയം. അപ്പം ഇന്ന് നമുക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ ആശുപത്രിയുണ്ട്, സൈക്കോളജിസ്റ്റുണ്ട്, ഈ കോടതിയുണ്ട്, പട്ടാളമുണ്ട്, പോലീസുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് സഹായകരമായിട്ട് നിൽക്കുന്നതെന്ന് അറിയുന്നത് കൊണ്ടാണ്. ഇപ്പം മാസ്ക് ധരിച്ചിട്ടല്ലേ നമ്മൾ കൊറോണയെ നേരിട്ടത്. ഒരു അമ്പലവും പള്ളിയും ഉപയോഗിച്ച് രക്ഷപ്പെട്ടില്ലല്ലോ. അതെല്ലാം അടയ്ക്കേണ്ടി വന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ അറിയാം. അതൊന്നും ഉപയോഗപ്പെടുത്തില്ല. അതേ സമയത്ത് അറിഞ്ഞുകൂടാത്ത ആൾക്കാരെ സംബന്ധിച്ചോളം അത് ആശ്രയമായിട്ട് ഇപ്പോഴും തോന്നുന്നുണ്ടാകാം. അത് അവരെ കുട്ടിക്കാലത്ത് ഒരു പഠിപ്പിക്കുന്നതുകൊണ്ട് മാത്രമാണ്. നിങ്ങളെന്തായാലും തോർ എന്ന് പറയുന്ന ദൈവത്തിനെ ആരാധിക്കാറുണ്ടോ? അതെന്താ? പഠിപ്പിച്ചിട്ടില്ല. അത്രയും. തോർ എന്ന് പറയുന്നത് സ്കാൻഡിനേവിയയിലുള്ള ദൈവമാണ്. അതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല. അപ്പൊ ഇവിടെ പഠിപ്പിക്കുന്ന ദൈവത്തിനെ ആരാധിക്കത്തുള്ളൂ. ദൈവം എന്ന് പറയുന്നത് ഒന്നാണ്, പല പേരുകളിൽ ഒന്നാണെന്നുള്ള കാര്യമൊന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. വെറുതെ പറയാതെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാ പല ദൈവമൊക്കെ? അല്ല, നമ്മൾ പല പേരിൽ വിളിക്കുന്നു. എന്തിനാണ് പല പേര് വിളിക്കുന്നത്? ഒറ്റ പേര് വിളിച്ചാൽ പോരെ. ഒരു വിദ്വാനാണല്ലോ അത്. എന്താ എല്ലായിടത്തും ഒരുപോലെ പറയാൻ പറ്റാത്ത? അതിപ്പോ ഈ പറഞ്ഞ രാജാവൻ ഉണ്ടാക്കിയ മതം തന്നെയാണ്, മനുഷ്യരുണ്ടാക്കിയതാണെന്നുള്ള അറിവാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലര് പല ഭാഷയിൽ സംസാരിക്കുന്നത് പോലെ ഓരോ പ്രദേശത്ത് മനുഷ്യര് സങ്കല്പിച്ചുണ്ടാക്കുന്നതാണ്. ഇന്ത്യ ഉണ്ടോ? ഇന്ത്യ ഉണ്ട്. എവിടെ? ഇന്ത്യയില്ലേ? എവിടെ? നമ്മളിപ്പോ ജീവിക്കുന്നത് അങ്ങനല്ല, ഞാനൊരു ഭൂവിഭാഗത്തിലാണെന്നറിയാം. ഇന്ത്യ മനുഷ്യരെ സങ്കല്പിക്കുന്നതാണ്. നമ്മളിട്ട പേരാണ്. അത്രേ ഉള്ളൂ. അങ്ങനെ ഇട്ട് വിളിക്കുന്ന, സങ്കല്പിച്ചുണ്ടാക്കുന്ന. കേരളം ഒന്നും ഉള്ളതല്ല, എഴുതി വെക്കണം. തിരുവനന്തപുരം ഇല്ല, എറണാകുളം ഇല്ല. ഏതൊക്കെയും കാക്കയ്ക്കും പൂച്ചയ്ക്കും എറണാകുളമൊക്കെ ഉണ്ടാവും. മനുഷ്യ സങ്കല്പമാണ്. അത്രയായി പറയുന്നത്. വിശേഷ ബുദ്ധിയുള്ള വിശേഷ ബുദ്ധിയല്ല, അത്ര വിശേഷമല്ലാത്ത ബുദ്ധിയാണെന്ന് മനസ്സിലാക്കുക. വിശേഷമാണെന്ന് വിചാരിക്കുന്ന വിവരക്കേടിനെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. സങ്കല്പമാണ്. ഈ മരണശേഷമുള്ള സ്വർഗം, നരകം, അങ്ങനെയുള്ള സങ്കല്പങ്ങൾ, ഇതൊക്കെ ഈ രാജാവിൻ്റെ ആവശ്യങ്ങളാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നിങ്ങൾക്കുള്ളതെന്ന്. നിങ്ങൾ തെറ്റ് ചെയ്യരുത്, ശരി ചെയ്യണമെന്ന് പഠിപ്പിക്കും. എന്ത് ശരിയാണ്? എന്നെ അനുസരിക്കുന്ന ആളായിട്ട്. കാരണം ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്, ദാസനാണ്, അവതാരമാണ്. ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ പഠിപ്പിച്ച് അങ്ങനെ തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പഠിപ്പിച്ചുണ്ടാക്കിയ മനുഷ്യരുടെ സങ്കല്പത്തിൽപ്പെടുന്നതാണ് അതെല്ലാം.
അവരെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് അതെല്ലാം. ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണെന്ന് പഠിപ്പിക്കും, പാപമുണ്ട് പുണ്യമുണ്ടെന്ന് പഠിപ്പിക്കും. അപ്പം നിയന്ത്രിക്കാൻ എളുപ്പമാണ്. നിങ്ങൾക്കൊരു മനസാക്ഷിയുണ്ട്, അതിനോട് ചോദിക്കുന്നവരെ. ഇതെല്ലാം കുട്ടിക്കാലത്ത് പഠിപ്പിക്കുന്ന വഴി ഉണ്ടാകുന്ന. മനസാക്ഷിയോട് ചോദിക്കാൻ, അങ്ങനെ മനസാക്ഷി എന്നൊരു സംഭവം ഇല്ല. മനുഷ്യർ നിർമ്മിക്കാതെ ഉണ്ടാകത്തേയില്ല, ദൈവം ഉണ്ടാക്കുന്നവനെ പോലെ തന്നെ. ഇത് മനുഷ്യർ കുട്ടിക്കാലത്ത് തൊട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്, പഠിപ്പിച്ചുണ്ടാക്കുന്ന അതിനെയാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്. അത് മലയാള ഭാഷ ഇപ്പം നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഭാഷ അറിയുന്നവർക്ക് മുഴുവനും നമ്മൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. ഈ ഭാഷ അറിഞ്ഞുകൂടാത്തവർക്ക് നമ്മൾ ശബ്ദങ്ങളെ ഉണ്ടാക്കത്തുള്ളെന്ന് കേൾക്കാൻ പറ്റും. ശബ്ദത്തിനകത്ത് അർത്ഥം ഇരിക്കുന്നുണ്ടല്ല, ആവർത്തിച്ചുറപ്പിച്ചത് കൊണ്ടാണ് ഭാഷ ഉണ്ടാകുന്നത്. ക ക എന്ന് കുട്ടിക്കാലത്ത് തൊട്ട് പഠിപ്പിച്ചിട്ടാണ് അർത്ഥം ഉണ്ടാകുന്നത്. അല്ല ശബ്ദമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, ഒരർത്ഥവും ഈ ശബ്ദത്തിനില്ല. ശബ്ദത്തിനുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും മനസ്സിലാക്കത്തില്ല. അപ്പോഴാണ് ആവർത്തിച്ചൊരു പ്രദേശത്ത് ഉറപ്പിക്കുന്നത് കൊണ്ടാണ് അത് ഒരു ഭാഷയായി മാറുന്നത്. ഇതുപോലെ ആവർത്തിച്ചുറപ്പിച്ചാൽ മാത്രമേ ഈ വിശ്വാസങ്ങൾ നിൽക്കുകയുള്ളൂ. താനെ ഒരു കുഞ്ഞ് ഒരിക്കലും ഇത് ആലോചിക്കുന്ന പ്രശ്നമേ ഇല്ല, ഓടിച്ചാടി നടക്കും. അതിനെ അടക്കി ഇപ്പം നമ്മൾ രണ്ടുപേരും കസേരയിലിരിക്കുന്ന പോലെ ഇരുത്തുന്ന പണിയാണ് സ്കൂളിലും അമ്പലത്തിലും പള്ളിയിലും എല്ലാം ചെയ്യുന്നത്. അടച്ചടക്കം എന്ന് നമ്മൾ പറയും, അടക്കിയിരുത്തും. അപ്പം നമ്മളെ ഒരു തരത്തിന് കൊള്ളാവുന്ന ഈ അനങ്ങാതിരിക്കുന്ന ആളിനെ കൊണ്ട് പലതും എഴുതിക്കാനും പറയിക്കാനും ഒക്കെ പറ്റും. ഇങ്ങനെ നമ്മളെ ചിട്ടപ്പെടുത്തി ഉണ്ടാക്കിയെടുക്കുന്ന സമൂഹ നിർമ്മാണത്തിനാവശ്യമായ ആശയങ്ങളാണ് അതെല്ലാം. സമൂഹത്തിന്റെ ആവശ്യമാണല്ലോ. സമൂഹത്തിന്റെ അല്ല, അത് ആരുടെയോ. പണ്ടൊക്കെ രാജാവ് കൊട്ടാരത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളെല്ലാം കുടിലിലായിരുന്നിരുന്നേ. ഇന്നങ്ങനല്ലല്ലോ. രാജാവിനെ മാറ്റിയപ്പോൾ ഇപ്പം എല്ലാവർക്കും നല്ല വീടുണ്ട്. ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടി ഇരിക്കുന്ന പോലെ കൊള്ളാവുന്ന ഒരു വീട് രാജാവിന് പോലും ഇല്ല. ഒരു രാജാവും നമ്മൾ ഇരിക്കുന്ന പോലെ ഇത്രയും ഫാനിൻ്റെ ചവിട്ടിൽ മറ്റേന്ന് വീശി കൊടുക്കാൻ രണ്ടുപേരെ നിർത്തണമായിരുന്നു. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു സൗകര്യവും ഇല്ലാതിരുന്ന ഉണ്ടാകുന്ന മുഴുവൻ രാജാവ് സ്വർഗത്തെ അവിടെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി സ്വർണ്ണ കസേരയൊക്കെ ഉണ്ടാക്കി അവിടെ ഇരിക്കും. അപ്പോഴും നല്ല ജീവിതം നയിച്ചിട്ടില്ല. ഐസ്ക്രീം തിന്നിട്ടില്ലാത്ത രാജാക്കന്മാരെ ലോകത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഇത്രയും സുഖസൗകര്യത്തോടെ ഒരു 750 തൊട്ട് 800 കോടി ജനം ഇന്ന് ലോകത്തുണ്ട്. ഇത്രയും പേര് എല്ലാ രാജാക്കന്മാരെക്കാളും മെച്ചപ്പെട്ടാണ് ജീവിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും ദരിദ്രവാസി പോലും നല്ല റോഡിൽ കൂടെ നടക്കുന്നത്. തെണ്ടി നടക്കുന്നവൻ പോലും ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് പിടിക്കും മഴ പെയ്യും. അപ്പോൾ അത്രത്തോളം വ്യത്യാസം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. അത് രാജാക്കന്മാരെ മാറ്റിയതുകൊണ്ടാണ്. ആ ആശയങ്ങളും അതിനോടൊപ്പം മാറ്റേണ്ടതാണ്. അത് മാറ്റാതിരിക്കുന്ന ശ്വാസം മുട്ടലാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ ഇപ്പോൾ ഈ ഒരു വ്യത്യസ്തമായ ആശയം ഒരു സാധാരണ ജീവിതത്തിൽ സാധാരണക്കാരനെ അല്ല അവരിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ എത്തും, അവർക്കത് മനസ്സിലാവും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്ന പ്രശ്നമല്ല, ചെയ്താണ് കാര്യങ്ങൾ ചെയ്താണ്. അങ്ങനല്ല, ചെയ്താണ്. ലോകത്ത് പഠിപ്പിച്ചാണ് അത് ഉണ്ടാക്കിയെന്ന് അറിയുന്നതുകൊണ്ട് സ്കൂളിലെ വിദ്യാഭ്യാസത്തിനകത്ത് നിങ്ങളെ എപ്പോഴെങ്കിലും ദൈവത്തിനെ ആരാധിക്കാൻ ഏതെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? സിലബസിനകത്തില്ല. അത് തന്നെ സിലബസിനകത്തില്ല. കാരണം ഇത് ആവശ്യമില്ലാത്തതാണെന്ന് അറിയാം, അതുകൊണ്ടാണ് സിലബസിലില്ലാത്ത. അത് പഴയ ആശയങ്ങൾ ഇതിനകത്ത് കയറ്റിവിടാനായിട്ട് ശ്രമിക്കുന്ന നാട്ടിനകത്ത് ഇവരെ മനുഷ്യരെ ഉപയോഗിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ആ സൂത്രപ്പണി ചെയ്യുന്നത്. ആ സൂത്രപ്പണി ചെയ്യുന്നവരല്ലാതെ സിലബസിൽ അതില്ല. ആധുനികമായ ആശയത്തിന് ഇത് ആവശ്യമില്ലാത്തതാണ്. സാർ, ഞാനൊരു ദൈവവിശ്വാസിയാണ്. അപ്പോൾ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കേണ്ട അല്ലെങ്കിൽ ദൈവം ഇല്ല എന്ന് സാറിന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഞാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പറഞ്ഞു തരുള്ളൂ. എനിക്കങ്ങനെ, അതായത് ഇപ്പം എനിക്ക് ആ ഒരു വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം എന്നോട് ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ലാത്തുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ പറയേണ്ട കാര്യം? എനിക്ക് ആവശ്യമില്ല പറയേണ്ട കാര്യം. അങ്ങനെയല്ല സാർ, ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന ആളല്ല, എനിക്ക് അറിയുന്ന ആളാണ്. ദൈവമില്ല അങ്ങനെ പറയുന്നു. എനിക്ക് ഈ ലോകത്തിനെ പറ്റിയുള്ള അറിവാണ് എനിക്കുള്ളത്. ഞാൻ വിശ്വാസികളുടെ ലോകത്തല്ല ജീവിക്കുന്നത്. അല്ല, ദൈവം ഇല്ല എന്ന് അറിയുന്നു. ഓക്കെ, അപ്പൊ ഞാനാണെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പറയുന്നു ഓക്കെ, അപ്പൊ വിശ്വസിക്കണ്ട അല്ലെങ്കിൽ എന്റെ ആവശ്യമായിട്ട് വരുന്നില്ല അത്. അല്ല, ഞാനത് ചോദിക്കുകയാണ്. അത് ദൈവമില്ല അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതൊന്ന് പറയാൻ പറ്റും. പറയുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. മനുഷ്യനിർമ്മിതമായ വിശ്വാസമാണത്. അത് ഒരു ശക്തിക്ക് മുമ്പിൽ ശക്തിയാണ് ഈ ലോകം ഉണ്ടാക്കി എന്ന് ലോകം ഉണ്ടാക്കിയതാണെന്ന് വിചാരിക്കുന്ന മനുഷ്യരുടെ ഉത്തരമാണ് ദൈവം. അത് ഉത്തരമായിരിക്കുന്നത് കൊണ്ട് പോലും അല്ല. ഒരു കാലയിലെ മന്ത് മറ്റേ കാലയിലാക്കുന്നതേ ഉള്ളൂ, ഉത്തരവായിട്ടേ ഇല്ല. അപ്പോൾ ദൈവത്തിന് ആരാണ് ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ ഉത്തരവില്ല. അത് നിങ്ങളങ്ങ് വിശ്വസിക്കണം എന്ന് പറയുന്ന ഉത്തരമേ ഉള്ളത്. അപ്പോൾ പ്രപഞ്ചം ഉള്ളതാണെന്നുള്ള അറിവാണ് എനിക്കുള്ളത്. അതിനെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല.
തനിയെ ഉണ്ടായതാണ്? തനിയെ ഉണ്ടാകണ്ട, അത് ഉള്ളതാണ്, ഉണ്ടാക്കണ്ട. ഉള്ള സാധനത്തിനെ ഉണ്ടാക്കാൻ പറ്റില്ല, അതില്ലാതിരുന്നിട്ടില്ല. അപ്പൊ പ്രപഞ്ചം ആദ്യം സൃഷ്ടിച്ചു, ആദ്യം സൃഷ്ടിക്കുന്ന ആ ചോദ്യമാണ് തെറ്റ്. അത് അറിവില്ലാത്ത മനുഷ്യർ ചിന്തിച്ചപ്പോൾ ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയ ആള്. ഉള്ളതാണെന്ന് അറിഞ്ഞാൽ മതി. ഉള്ള പ്രപഞ്ചം നിരന്തരം മാറുന്നതാണ്. നിരന്തരം മാറുന്ന പ്രപഞ്ചത്തിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയവരാണ് ഇല്ലാതിരുന്നിട്ട് ഉണ്ടായി എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഉണ്ടാക്കിയ ആളിനെ കണ്ടുപിടിക്കാൻ ബാധ്യത വന്നത്. ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ഇപ്പോഴും ദൈവത്തിൽ തന്നെ വിശ്വസിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഈ ഒരു ആൻസർ കൊണ്ട് ദൈവമില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു പ്രാചീന ജീവിയാണ്. അത് കാരണം കൊണ്ട് നിങ്ങളുടെ ആവശ്യമുള്ള കാലത്ത് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതിന് പകരം നിങ്ങളുടെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു പാവം ജീവിയാണ്. അല്ല, വിശ്വാസത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്നില്ല. എനിക്ക് എൻ്റെ ആ ധാരണ തെറ്റാണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് തോന്നാനായിട്ട് നിങ്ങൾക്ക് ഇതുവരെയും ചലഞ്ച് ചെയ്യപ്പെടുന്നത് നീട് വന്നിട്ടില്ല, അത്രേ ഉള്ളൂ. ആവശ്യമില്ല. റോഡേ പോകുന്ന ഒരാളെ പിടിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഞാൻ അല്ലാതെ ഞാൻ ആകെ ചെയ്യുന്നത് ഞാനൊരു റോഡിന്റെ സൈഡിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ തുടങ്ങിയിരിക്കുന്ന ആൾ പോലെ. ആവശ്യമുള്ള ആൾ കയറിയിട്ട് അതിനകത്തുനിന്ന് ഒരു ചെരുപ്പ് എടുക്കുന്നുണ്ടാവും. അയാളുടെ ആവശ്യം ആ ചെരുപ്പ് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ സാറിനോട് ചോദിക്കുകയാണ്. എനിക്ക് ഇത് സാറ് പറഞ്ഞു. നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുന്നത് അറിയാൻ ചോദിക്കുന്നതല്ല, ഈ ടെലിവിഷൻ പ്രോഗ്രാമിന് വേണ്ടി ചോദിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വിവരം ഇല്ലാതായി പോകുന്നത്. വേറെ ഒരു കാര്യമില്ല. അറിയാൻ എന്തെങ്കിലും ആവശ്യമുള്ള ദിവസം എന്നോട് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. അല്ല, ഇങ്ങനെ പറയുന്ന സമയത്ത് എന്നെ പോലെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസികൾക്കൊന്നും ആവശ്യമുള്ളപ്പോഴല്ല. എന്നെ ആയിരക്കണക്കിന് ആൾക്കാർ കാണാറുണ്ട്. എപ്പോഴും ഇന്റർവ്യൂ ചെയ്യാനല്ല വരാറുള്ളത്. പേഴ്സണലായിട്ട് പേഴ്സണലായിട്ടല്ല, അറിയാൻ ചോദിക്കുകയാണ്. അറിയാൻ ചോദിക്കാൻ പറ്റും. അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ വിഷയം തന്നെ ചോദിച്ചാൽ പറഞ്ഞുതരാൻ പറ്റും. ഞാൻ പറഞ്ഞ വരി തന്നെ നിങ്ങൾക്ക് മനനം ചെയ്യാനോ ചിന്തിക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ വെറുതെ ഈ പ്രോഗ്രാമിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അത് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഉള്ള വസ്തു ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആളിനും മനസ്സിലാകും. അത് ഉള്ള വസ്തു മാറുന്നതായതുകൊണ്ടാണ്, അല്ലാതെ അത് ഇല്ലാതിരുന്നിട്ട് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളാണ് നിങ്ങൾ. അതെനിക്ക് സംശയമൊന്നുമില്ല. ആ ചോദ്യം നിങ്ങളുടേതായിട്ടില്ലാത്തത് കൊണ്ടാണ് മനസ്സിലാകാത്തത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്റർവ്യൂ ക്യാമറ കട്ട് ചെയ്ത ശേഷം ഞാൻ സാറിനോട് സംസാരിക്കാം പേഴ്സണലായിട്ട്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് മനസ്സിലാകാതെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നേ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിക്ക് കുറവുണ്ടായിരിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകാതിരിക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്തവർ. അപ്പം ഞങ്ങളുടെ പ്രേക്ഷകരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ശാസ്ത്രം പഠിക്കുക, സൂക്ഷ്മമായി പഠിക്കുക. അത് എത്രത്തോളം ആഴത്തിലും പരപ്പിലും പഠിക്കാൻ കഴിയുന്നോ അത്രത്തോളം നമുക്ക് സന്തോഷവും സ്വാതന്ത്ര്യവും ജീവിതത്തിലുണ്ടാകും. ഇത്രയും നേരം നമ്മുടെ കൂടെ ചെലവഴിച്ചതിന് സഹകരിച്ചതിന് ഒരു ബിഗ് താങ്ക്സ്.